ബാലമുരുക, കാർത്തികേയ, സുബ്രഹ്മണ്യ സ്വാമി. ആ കുട്ടി ആടിനെ മേച്ചുണ്ടാക്കിയ പണം നിറഞ്ഞ മനസ്സോടെയല്ലേ എനിക്ക് കടം തന്നത്. ആ പണം ഇങ്ങനെ പാഴായി പോയത് എന്തേ? സ്വന്തം സ്നേഹിതന് സംസാരശേഷി കിട്ടാൻ നിഷ്കളങ്കനായ ആ കുട്ടി ഒരു മഹാത്യാഗം ചെയ്തതല്ലേ. ആ പണം കൊണ്ട് ഒരു ഫലമുണ്ടായില്ല എന്നറിഞ്ഞ ആ ഇടയ ചെക്കന്റെ മനസ്സ് വല്ലാതെ നൊന്തു പോവില്ലേ സ്വാമി? എന്റെ കുഞ്ഞിനെ ഈ ജന്മം ഊമയായി തന്നെ നിലനിർത്താനാണോ അങ്ങയുടെ തീരുമാനം? അരുത് സ്വാമി, ഈ ഉള്ളവൾക്ക് ആശ്രയിക്കാനും സങ്കടം പറയാനും അവിടുന്ന് മാത്രമേ ഉള്ളൂ. അടിയനെ ഉപേക്ഷിക്കരുതേ സ്വാമി. അടിയന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണേ സ്വാമി. അമ്മേ, എന്തിനാ അമ്മ കരയുന്നത്? വേലുവിനെ ഭജന ഉയർത്താനുള്ള പണം ഞാൻ കടവായി തന്നില്ലേ? എന്നാണ് അരിശിലാറ്റിൻകരയിലേക്ക് പോകുന്നത്? അതിപ്പോ ആ പണം വേലുവിന്റെ അച്ഛൻ കൊണ്ടുപോയി ചൂത് കളിച്ച് നശിപ്പിച്ചു അല്ലേ? അതെ മോനെ, അതിലെനിക്ക് വളരെ മനസ്താപമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. മോൻ എങ്ങനെ മനസ്സിലായി അത്? അമ്മേ, മുരുകൻ സ്വാമിയുടെ പിതാവ് പരമശിവൻ തന്റെ ഭക്തരെ പല വിധത്തിലും പരീക്ഷിക്കാറുണ്ട്. മകൻ മുരുകൻ സ്വാമിയും അക്കാര്യത്തിൽ മോശക്കാരനല്ല. അമ്മയുടെ കരയേറ്റ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ അമ്മയെ ഒന്ന് പരീക്ഷിച്ചതാണ്. അമ്മയുടെ മകൻ അരിശിലാറ്റിൻകര ക്ഷേത്രത്തിൽ പോകും, ഭജന ഇരിക്കും, നന്നായി സംസാരിക്കും, പഠിക്കും, പണ്ഡിതനാവുകയും ചെയ്യും. മോനെ മുരുകേശ, നിന്റെ വാക്കുകൾ ശ്രീകോവിലെ ബാലമുരുകൻ സ്വാമിയുടെ വിഗ്രഹത്തിൽ നിന്ന് കേൾക്കും പോലെ തോന്നുന്നു. അമ്മയുടെ ഉള്ളം വല്ലാതെ കുളിർത്തു പോയി മോനെ. ശരി മോനെ, ഞാൻ വരട്ടെ. എന്നാ പിന്നെ അമ്മ പോയി വരാം. പണം നശിപ്പിച്ചതോർത്ത് സങ്കടപ്പെട്ട് നടക്കുക അല്ലേ? നിനക്ക് അരിശിലാറ്റിൻകര ക്ഷേത്രത്തിൽ പോയി ഭജന ഇരിക്കണ്ടേ? വേണം. എന്റെ സ്നേഹിതനായ വേലു സംസാരിച്ച് കേൾക്കുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. ആട് മേയ്ക്കുന്ന പണി മറ്റൊരു കൂട്ടുകാരനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ വരുന്നത്. നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാം. ഓ, പണത്തിന്റെ കാര്യാണോ? പണമൊക്കെ എന്റെ കയ്യിലുണ്ട്. വേലു കൂടെ വന്നാ മതി. അമ്മയോട് അനുവാദം ചോദിക്കണമെന്നോ? അത് വേണ്ട. അമ്മയോട് അനുവാദം ചോദിക്കാൻ ചെന്നാ എങ്ങനെയായാലും നിന്റെ അച്ഛൻ കാര്യം അറിയും. എങ്ങും പോവാൻ നിന്റെ അച്ഛൻ അനുവദിക്കില്ല. നിന്നെ കാണാതെ നിന്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ കുറച്ചു ദിവസം വിഷമിക്കും. അപ്പോഴേക്കും നീ എവിടെ പോയതാണെന്ന് മുരുകൻ സ്വാമി തന്നെ അവരെ ബോധ്യപ്പെടുത്തിയിരിക്കും. വേലു, ഇപ്പൊ അരിശിലാറ്റിൻകര ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ പിന്നെ ഈ ജന്മം നിനക്ക് അവിടെ പോവാൻ കഴിയില്ല. അതുകൊണ്ട് വരൂ. നീ വീണ്ടും അമ്മയെ ഓർത്തു അല്ലേ?
നിനക്ക് അമ്മയോടുള്ള സ്നേഹത്തിന്റെ ആഴം ഞാൻ മനസ്സിലാക്കുന്നു. എന്നേക്കുമായി നിന്റെ അമ്മയെ പിരിഞ്ഞുള്ള യാത്രയല്ലല്ലോ ഇത്. നിന്നെ ഓർത്ത് നാളെ ഇതുവരെ കണ്ണീരൊഴുക്കി കഴിയുന്ന അമ്മ ഇനിയുള്ള നാളുകളിൽ ചിരിച്ചു കാണേണ്ടേ നിനക്ക്? അങ്ങനെ ഒരു ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ മുന്നോട്ട് നടക്കാം, ഇല്ലെങ്കിൽ പിന്നോട്ട് നടക്ക്. വാ. ഊമയായി ചേട്ടനെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചു നേരം ചേട്ടനെ കാണാതായപ്പോ എനിക്ക് വല്ലാത്ത വിഷമം. കരയാതമ്മേ, വേലു വരും. നമ്മളെന്ന് പറഞ്ഞ അവന് ജീവനല്ലേ. എത്ര നേരമെന്ന് വെച്ചാ അവൻ നമ്മളെ പിരിഞ്ഞു കഴിയുന്നത്? അവൻ ഉറപ്പായിട്ടും വരും. പല സ്ഥലത്തും അന്വേഷിച്ചു. വേലുവിനെ ആരും കണ്ടവരില്ല. മോന് നേർച്ചയ്ക്കുള്ള പണം പോലും കുടിച്ചു തുലയ്ക്കുന്ന ഒരു അച്ഛൻ. അങ്ങനെ ഒരു അച്ഛനുള്ള വീട്ടിൽ ഒരിക്കലും ഒരു മോചനം ഉണ്ടാവില്ലെന്ന് എന്റെ മോൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ പോയി കളഞ്ഞത്. അങ്ങനെ ഒരു അവിവേകം കാണിച്ചു പോയി. അതിന് എല്ലാവരും ഉപേക്ഷിച്ച് പോവുകയാണോ വേണ്ടത്? അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിന് അവിവേകം എന്നല്ല, അഹങ്കാരം എന്നാ പറയുന്നത്. അന്ന് നിങ്ങളെ ചൂതാടി നഷ്ടപ്പെടുത്തിയ പണം ഉണ്ടായിരുന്നെങ്കിൽ അവന് എന്നെ ശബ്ദം തിരിച്ചു കിട്ടുമായിരുന്നു. വേറെ ചെന്നിരിക്കുന്നു. പുലർച്ചയ്ക്ക് തന്നെ വീണ്ടും പോവാം, അന്വേഷിക്കാം, കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാം. നീ ഇപ്പോ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുക. എനിക്ക് വിശപ്പില്ല, ഒന്നും വേണ്ട. എനിക്കും വേണ്ട. വേലു തിരിച്ചു വരുന്നതുവരെ ജലപാനം മാത്രമായി ഞാൻ കഴിയും. അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ എന്റെ പട്ടിണി മരണം അത് തന്നെ നടക്കട്ടെ. ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ്. കുറച്ച് അകലെയാ ഞങ്ങളുടെ സ്ഥലം. ഞാൻ മുരുകേശൻ, ഇത് വേലായുധൻ. ഓ, രണ്ടുപേർക്കും മുരുകൻ സ്വാമിയുടെ പേരാണല്ലോ. അട്ടെ, നിങ്ങൾ സഹോദരങ്ങളാണോ? ഏതാണ്ട് ഒരുപോലെ ഉണ്ടല്ലോ. ഞങ്ങൾ സുഹൃത്തുക്കളാണ്. സഹോദരങ്ങളെ പോലെയാ ഞങ്ങൾ കഴിയുന്നത്. ആ, അല്ല, എല്ലാറ്റിനും മറുപടി പറയുന്നത് മുരുകേശനാണല്ലോ. വേലായുധൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഇവൻ ഊമയാണ് തിരുമേനി. 41 ദിവസം വേലുവിനെ ഭജന വരുത്താനാണ് ഞങ്ങൾ വന്നത്. നന്നായി. ദണ്ഡപാണി സ്വാമിക്ക് ഇഷ്ടപ്പെട്ട തേനഭിഷേകവും ഭജനം പാർക്കലും കഴിച്ചാൽ വേലായുധന് സംസാരിക്കാൻ കഴിയും. നോം മേൽശാന്തിയായി വന്നതിന് ശേഷം 4-5 അനുഭവ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, നിങ്ങളുടെ മാതാപിതാക്കളാരും വന്നിട്ടില്ലേ? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അത് ശരിയാവില്ലല്ലോ. ഭജനം പാർക്കൽ ചടങ്ങിന് ശുദ്ധിയും വൃത്തിയും ഒക്കെ ഉണ്ടാവണം. ശുദ്ധമായ ചെറുതേനും മറ്റു പൂജാദ്രവ്യങ്ങളും ഒക്കെ കൊണ്ടുവരണം. അതിന് മുതിർന്നവരാരെങ്കിലുമൊക്കെ വേണ്ടേ? തിരുമേനി, എല്ലാ കാര്യങ്ങളും ശുദ്ധിയോടും വൃത്തിയോടും ഞാൻ ചെയ്തോളാം.
ഒരു കുറവും വരാതെ നോക്കിക്കോളാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ആ, ദേ ആ കാണുന്നതാ ഊട്ടുപുര. അവിടെ പോയി വിശ്രമിക്കാം. ഇന്നത്തെ ദീപാരാധന കഴിഞ്ഞ് നാളെ പുലർച്ചയ്ക്ക് കുളി കഴിഞ്ഞ് ചെറുതേനുമായി എത്തുക. അഭിഷേകം കഴിച്ച ശേഷം ബാക്കി ചടങ്ങുകളൊക്കെ. ശരി തിരുമേനി. ആയിക്കോട്ടെ. എവിടെ പോയിരുന്നോ? അടുത്തുള്ള ആദിവാസി ഒരു വരെ പോയിരുന്നു. പുലർച്ചയ്ക്ക് അഭിഷേകത്തിന് ചെറുതേൻ വേണ്ടേ? ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. 2 പടച്ചോറ് പറഞ്ഞിരുന്നു. ദണ്ഡപാണി സ്വാമിയുടെ പ്രസാദമാ, അതാ രാത്രി ഭക്ഷണം. നീ ഇവിടെ ഇരുന്നാ മതി. തിരുമേനി പറഞ്ഞത് പ്രകാരം നിന്റെ കൂടെയുള്ള മുതിർന്നവൻ ഞാനാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം. എന്നെ വണങ്ങാൻ ഞാൻ ദണ്ഡപാണി സ്വാമിയൊന്നും അല്ല, വേറെ ഒരു ആട്ടിടെ സുഹൃത്താണ്. ദിവസം കഴിയുമ്പോ 2 മഹാസന്തോഷങ്ങളെ നമ്മളെ കാത്തിരിക്കുന്നത്. ചലപ്പിലാന്ന് സംസാരിച്ചുകൊണ്ടായിരിക്കുമല്ലോ നീ വരുന്നത്. ഒപ്പം വരുന്നതോ മഹാഭക്തനായ അച്ഛനും. തേന് കൊണ്ടുവന്നിട്ടുണ്ടോ മുരുകേശ? ഉണ്ട് തിരുമേനി, നല്ല ശുദ്ധമായ ചെറുതേനാ. അറിവും ബോധവുമുള്ള മുതിർന്നവരാരെങ്കിലും കൂടെ ഉണ്ടാവണമെന്ന് നോം പറഞ്ഞതല്ലേ? അപ്പോ എല്ലാം വേണ്ടതുപോലെ ചെയ്തോളാമെന്ന് കുട്ടിയല്ലേ ഏറ്റത്? ഇപ്പൊ എന്താ പ്രശ്നം? തേൻ അഭിഷേകം ചെയ്താൽ മുടി മുതൽ അടി വരെ തേൻ പരന്നൊഴുകണം. ഇതിപ്പോ കഷ്ടിച്ചും മുഖത്തും മാത്രം പരന്നൊഴുകാനുള്ള തേനേ ഉള്ളൂ. അങ്ങനെ ലുബ്ധിച്ച് അഭിഷേകം ചെയ്താൽ ഫലസിദ്ധി ഉണ്ടാവില്ല. ആദിവാസി ഊരിൽ നിന്ന് ഇത്രയും തേനേ കിട്ടിയുള്ളൂ. കൂടുതൽ തേനിന് വേണ്ടി കുറെ അലഞ്ഞതാ, കിട്ടിയില്ല. അതൊക്കെ ദണ്ഡപാണി സ്വാമി കണ്ടോണ്ടിരിക്കയല്ലേ. തേൻ കുറഞ്ഞത് മനഃപൂർവ്വം അല്ലെന്ന് സ്വാമിക്കറിയാം. അതുകൊണ്ട് ഫലസിദ്ധി ഉണ്ടാവും, ഉറപ്പാ. തിരുമേനി, ഊമയായി വന്നത് മുതിർന്ന ആളാണെങ്കിൽ തേൻ വിഗ്രഹത്തിലെങ്ങും ഒഴുകി പരക്കണം. ഊമ ഇവനെ പോലെ കുട്ടിയാണെങ്കിൽ വിഗ്രഹത്തിന്റെ മുഖത്ത് മാത്രം ഒഴുകി പരന്നാ മതി, ഫലസിദ്ധി ഉണ്ടാവും. ഇങ്ങനൊരു ന്യായം നാം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. എങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ഒരു ന്യായം ഉണ്ടാവണം. വരൂ വേലു, നമുക്ക് പ്രദക്ഷിണം വെച്ച് വരാം. എന്താ മുരുകേശന്റെ മുഖത്തെ ചൈതന്യം? അവൻ സാധാരണ കുട്ടിയൊന്നും അല്ല. അമ്മേ, കുറച്ച് കഞ്ഞിയെങ്കിലും കഴിക്കാമേ.
ഇങ്ങനെ പട്ടിണി കിടന്ന മറ്റെന്തെങ്കിലും രോഗം വന്ന് പിടിക്കില്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഒരു പ്ലാവിലെ കഞ്ഞിയെങ്കിലും കഴിക്കണോ അമ്മേ? എന്റെ വേലും വല്ലതും കഴിച്ചിട്ടുണ്ടാവോ? പൈതാഹങ്ങൾ അടങ്ങുന്നുണ്ടാവോ? അവന് കിടക്കാൻ ഒരു ഇടം ഉണ്ടാവോ? ശരിക്കും ഉറങ്ങുന്നുണ്ടോ? ഇതൊക്കെ അറിയാതെ എനിക്കൊന്നും കഴിക്കാൻ കഴിയില്ല മക്കളെ. നിങ്ങൾ പോയി കഴിച്ചോ. അമ്മ ഒന്നും കഴിച്ചില്ലെങ്കിൽ ഞങ്ങളും കഴിക്കില്ല. ഞങ്ങളും പട്ടിണി കിടന്നോളാം. ഇന്നും അവനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല എന്ന് പറയാനല്ലേ നിങ്ങൾ വന്നത്? ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. വേലുവിനെ കാണാതായെന്ന് തന്നെ ആ ഇടയച്ചക്കനെയും കാണാനില്ല. ഇടയച്ചക്കനും വേലുവും വലിയ കൂട്ടുകാരായിരുന്നല്ലോ. വേലുവിനെയും കൂട്ടി ആ ഇടയച്ചക്കൻ അരശിലാറ്റിങ്കര ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുമെന്നാ അന്വേഷിച്ചപ്പോ പറഞ്ഞു കേട്ടത്. ഇടയച്ചക്കനായ മുരുകേശൻ സാധാരണ ഒരു ബാലനല്ലെന്നും ലോകകാര്യങ്ങളും തത്വങ്ങളും ഒക്കെ അറിയാവുന്ന ആളാണെന്നും നീ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ വള്ളി? അരശിലാറ്റിങ്കര ക്ഷേത്രമൊക്കെ അവന് നന്നായിട്ടറിയാം. അവൻ തന്ന പണമാണല്ലോ ഞാൻ കൊണ്ടുപോയി അനാവശ്യ കാര്യത്തിനായി തുലച്ചത്. അവൻ്റെ കയ്യിൽ വേണ്ടുവോളം പണവും ഉണ്ട്. നമ്മളെ ആരെ അറിയിക്കാതെ വേലുവിനെ കൊണ്ടുപോയി നേർച്ച നടത്തി വേലുവിനെ സംസാരശേഷിയുള്ളവനാക്കി തിരിച്ചു കൊണ്ടുവരാമെന്ന് ഇടയച്ചക്കൻ തീരുമാനിച്ചു. അങ്ങനെ കൊണ്ടുപോയതായിരിക്കും വേലുവിനെ. ശരിയായിരിക്കും അമ്മേ. വേലു സംസാരിച്ചു കാണണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹമുള്ളവനാണ് മുരുകേശൻ. അവനോടൊപ്പമാണ് വേലു പോയിരിക്കുന്നതെങ്കിൽ വേലുവിന് ഒന്നിനും ഒരു കുറവും വരത്തില്ല. മുരുകേശൻ സമാധാനിക്കണോ അമ്മേ? ഞാൻ സമാധാനിക്കാം. എനിക്ക് അരച്ചിലാറ്റിങ്കര ക്ഷേത്രത്തിലേക്ക് പോകണം. മുരുകേശനോടൊപ്പം എന്റെ വേലും അവിടെയുണ്ടെന്ന് എനിക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടണം. എനിക്കിപ്പൊ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകണം. പാടില്ല വള്ളി. നിന്നെ കണ്ടാൽ വേലുവിൻ്റെ രീതികളൊക്കെ മാറും. ഏകാഗ്രതയൊക്കെ തകിടം മറിയും. നിന്നോടൊപ്പം മരണമെന്ന് അവൻ ശാഠ്യം പിടിക്കും. അതോടെ വ്രതം മുടങ്ങും. നാൽപ്പത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്യേണ്ട വ്രതം മുടങ്ങിയാൽ അവൻ എന്നും ഊമയായി ജീവിക്കാനായിരിക്കും വിധി. നീ പോകുന്നത് ബുദ്ധിയല്ല വള്ളി. അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടമ്മേ. വേലു പോയിട്ട് 4-5 ദിവസമായില്ലേ? ഇനി കുറച്ചു ദിവസം കാത്താ മതിയല്ലോ. നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം. അമ്മദാ കഞ്ഞി കുടിക്കേ. ഇനി 36 ദിവസം യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു കച്ചിത്തുരുമ്പില ഞാൻ പിടിമുറുക്കുന്നത്. ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയാം. 41 ദിവസം കഴിയുമ്പോ എന്റെ വേലുമോൻ തിരിച്ചു വന്നില്ലെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഈ അമ്മ ജീവിച്ചിരിക്കില്ല. സത്യം.